ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളം ഇന്ന് മയക്കുമരുന്നുകളുടെ സ്വന്തം നാടായി മാറിയിരിക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ മുതിർന്നവർ വരെ എല്ലാവരും വലിയ മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഓപ്പറേഷൻ ദി നാർക്കോ ഹണ്ട് എന്ന പദ്ധതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. കേരളം നാർക്കോട്ടിസത്തിൻ്റെ ഒരു നാടായി മാറി എന്ന് പറയുമ്പോൾ ശരിക്ക് അത് വളരുന്നതിന് പിന്നിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഒന്നെങ്കിൽ പാരൻസിൻ്റെ, നാട്ടുകാരുടെ, സമൂഹത്തിനല്ലേ? അങ്ങനെ സമൂഹത്തെ നാട്ടുകാർക്കും മാത്രമായി അവരെ പഴിചാരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരു വലിയൊരു ലോബിയുടെ വലിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബുദ്ധി കേന്ദ്രങ്ങളുടെ അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ബിസിനസ് താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു വരാനുള്ള കുതന്ത്രങ്ങൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നതിനപ്പുറം നമ്മളെ പഴിചാരി അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിചാരി, രക്ഷിതാക്കളെ പഴിചാരി, നാട്ടുകാരെ പഴിചാരി രക്ഷപ്പെടാൻ ഇതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതൊരു പുതിയ കൺസെപ്റ്റ് പറയുന്നത് വേരൊരൊറ്റ സംഗതിയാണല്ലോ. ഇത് നമ്മൾ വേരോടെ പറിച്ചെടുക്കാൻ സാധിക്കുക. വേരോടെ പറിച്ചെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിന് ഒത്തൊരുമയോടുകൂടിയുള്ള നല്ലൊരു പ്രവർത്തനം ആവശ്യമാണ്. ഒത്തൊരുമയോട് ഒറ്റയടിക്ക് പുതിയ തകർത്താൽ സമൂഹത്തിൻ്റെ പ്രത്യാഘാതം വരുന്നില്ലേ? സ്വാഭാവികമായിട്ട് അത് അഡിക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ പെട്ടെന്നൊരു സാധനം പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കണം പറയുമ്പോൾ സമൂഹത്തിന് എത്രത്തോളം ഇത് ബാധിക്കും? ഇത് ഒറ്റയടിക്ക് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യാഘാതം വലുതല്ലേ എന്ന് ചോദിച്ചാൽ, ഇത് ഉപയോഗിക്കുന്നവർക്ക് പുതിയ പഠനങ്ങൾ പ്രകാരം നല്ലൊരു ആയുസ് എന്ന് പറഞ്ഞാൽ അവർക്ക് 3 വർഷത്തെ ആയുസാണ്. അപ്പോൾ അതിൽ വലുതല്ലല്ലോ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. കേവലം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാധാരണ കള്ള് അല്ലെങ്കിൽ മദ്യം ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്ന, ഒഫീഷ്യലായി കിട്ടുന്ന, ഗവൺമെൻറ് അംഗീകൃതമായി കിട്ടുന്ന അതിനേക്കാൾ 10 മടങ്ങ്, ഒരു 100 ഇരട്ടിയൊക്കെ പറയാം, അത്രയും അപകടകാരിയാണ്. ഇതുകൊണ്ടുള്ള വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച ആളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളത്. നമ്മളൊരു നാട്ടിലൊരാൾ കള്ള് കുടിച്ചാൽ അയാൾ കള്ളുകുടിയനാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇത് ഉപയോഗിച്ച ഈ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ച ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വലിയൊരു അപകടം. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്വാഭാവിക സ്കൂളുകൾ, കോളേജുകൾ, അത് ബേസിലുള്ള കടകളിലാണല്ലോ. പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിലും വെറും സ്കൂള് ക്യാമ്പസിനുപരി അതിന് അപ്പുറത്തേക്ക് എന്തെയോ സാധ്യത കാണുന്നുണ്ടല്ലോ. കേവലം പെട്ടിപ്പീടികൾ മാത്രം ഒതുങ്ങാതെ അവരുടെ ഒരു ശൃംഖലയാണ്. ഈ ശൃംഖലയെ തള്ളുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ തലയുടെ ഹെഡ് തന്നെ നമുക്ക് എന്താവണം, സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാതെ ഒരിക്കലും നമുക്ക് എന്താവില്ല ഈ നാർക്കോട്ടിസം തൂഫാൻ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇല്ലല്ല, നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇത് വരുന്നത്. ഇത് കൂടുതൽ പുറം സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ പുറം സംസ്ഥാനങ്ങളിലേക്ക് ഇതിന്റെ വേരുകൾ പടർന്നത് കൊണ്ടാണ് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇത് വരുന്നത്. ഇത് വരുന്ന മാർഗ്ഗങ്ങൾ ഒന്ന് കൊറിയർ വഴിയാണ് വരുന്നത്, മറ്റൊന്ന് നമ്മളെ പോർട്ടുകൾ വഴി വരുന്നു. പിന്നെ ഇത് ചെറിയ സാധനമാണ്, എവിടെയും ഒളിപ്പിച്ചേക്കും. അപ്പോൾ ഈ ബസ് യാത്രയിലൊക്കെ കൊണ്ടുവരും, ചെറിയ മുടീൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് കൊണ്ടുവരും. നല്ല വിലപിടിപ്പുള്ള സാധനം, കുറഞ്ഞ ഒരു അംശം മതി, നല്ല വിലയുണ്ട്, നല്ല പവറും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പല രീതിയിൽ ഈ വരുന്നതൊക്കെ ചെക്ക് പോസ്റ്റ് ചെക്ക് ചെയ്തും ഒക്കെ കടത്തി വിടുമ്പോൾ സ്വാഭാവികം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്താതെ കഴിയും. പക്ഷേ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന DGPമാരുടെ ഒക്കെ അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഇതിന് വലിയൊരു പ്ലാന് ഈ തൂഫാനിൽ തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു നമ്മുടെ സമൂഹത്തിന്റെ പരീക്ഷയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം എത്രയോ ഉമ്മ ആരാണെന്നോ അച്ഛൻ ആരാണെന്നോ അമ്മയാണെന്നോ അറിയാതെ കൊലപ്പെടുത്തുകയാണ് അധികം ആളും ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് അവർ പിന്നോട് വരും. കാരണം അവർക്ക് പൈസ കിട്ടില്ല, വാങ്ങാനുള്ള പൈസ കിട്ടില്ല. ഒരു ചെറിയ പാക്കിന് 500 കൊടുക്കുമ്പോൾ ഇത് അവർക്ക് വാങ്ങാനുള്ള പൈസ വേണമല്ലോ. അതിനൊക്കെ വേണ്ടി അവർ കുടുംബക്കാരെ കൊടുക്കുക ചെയ്യുന്നത്. പക്ഷെ ഇതിന് പ്രത്യാഘാതം ഒരുപാട് കൂടുതലുണ്ട്. എന്നാലും നമ്മൾ ഒറ്റയടിക്ക് പൊതു തകർക്കുക എന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആവുമെന്ന് ചോദിച്ചാൽ ഈ നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇതിനെ എതിർത്തത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഓപ്പറേഷൻ കുബേര അറിയായിരിക്കും. ബ്ലേഡ് മാഫിയ കേരളത്തിൽ അത്രത്തോളം വേരൂന്നിയിരുന്നു. ഇന്ന് എത്രത്തോളമാണോ ഈ നാർക്കോട്ടിക്സിന്റെ ലഹരിയുടെ ആളുകൾ നമ്മുടെ
വേരൂന്നിയത് അതുപോലെ ഉണ്ടായിരുന്നു. അവരൊക്കെ വേറെ ഇറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് അത്തരത്തിൽ വലിയൊരു ടീമിന് ആത്മാർത്ഥമായി കൂട്ടായ പ്രവർത്തനത്തിലൂടെ കേരളത്തെ ബ്ലേഡ് മാഫിയ മുക്ത സംസ്ഥാനമാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ പ്രതീക്ഷ. അതായത് രമേശ് ചെന്നിത്തല എന്ന പരിചയസമ്പന്നനായ ഒരു ആഭ്യന്തരമന്ത്രിയിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതെ, പ്രതീക്ഷയുണ്ട്. എന്നാലും നമുക്ക് ഇതിപ്പോൾ ഇത് അയക്കുന്ന ആളുകൾ നമുക്ക് ഉദ്യോഗസ്ഥർക്ക് പണമായിട്ടോ മറ്റോ കൊടുത്ത രീതിയിലൊക്കെ അത് എത്തിക്കാൻ സാധ്യതയില്ലേ? ഇത് വലിയ മാഫിയ വലിയൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്നൊക്കെ അതോ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വലിയൊരു ശൃംഖല പിടിച്ചു. പക്ഷെ അതിനെ നിയന്ത്രിക്കുന്നത് 4 IPS ഉദ്യോഗസ്ഥരാണ്. അതെ, ഇത് മനസ്സിലായി. ഈ IPS ഏത് ആളുകളാട്ടെ, പക്ഷെ അവർക്ക് പൈസ അവർ ഇതിന് കൂടുതൽ ലഭിക്കുന്നത്. അതെ, പൈസ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഈ ഉദ്യോഗസ്ഥർ മറ്റും ഇതിലേക്ക് പോകുന്നത്. പക്ഷെ അവർക്ക് കൂടുതൽ പൈസ കൊടുക്കുക എന്നുള്ളത് നമുക്ക് പോസില്ല. അതിനപ്പുറത്ത് നമ്മൾ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ തലങ്ങളിലും ഏത് ഉദ്യോഗസ്ഥരും അവിടെ നമ്മളെ നാടിന്റെ എത്തിക്സ് പഠിപ്പിച്ചു കൊടുക്കുക, അവിടെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. കേവലം മത്സര പരീക്ഷയിൽ കുറെ അറിവുകൾ നേടുക എന്നതിനപ്പുറം സാമൂഹിക ബോധം, സാമൂഹിക എത്തിക്സ്, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം, നാടിന്റെ പാരമ്പര്യം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരുന്നതാണ് മത്സര പരീക്ഷയിൽ കുറെ അറിവുകൾ നേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അറിവുകൾക്കൊപ്പം തന്നെ ഈ സാമൂഹിക ചുറ്റുപാടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പരിധി വരെ ഇവർ ഇതിലേക്ക് വരാതിരിക്കാൻ കാരണമാവും. അപ്പോൾ അങ്ങനെ നമുക്ക് തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വിശ്വാസികൾ നമ്മളെ ഒരു വലിയ പലിശ അതിലേക്ക് പോകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന കാര്യം നമ്മളെ വിശ്വാസമാണ്. അതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് അതിലെ ഉത്ബോധനം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ബാധ്യത അവിടെ അടക്കാൻ സാധിക്കും. സ്വാഭാവികം നല്ലൊരു നാളുടെ പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഓപ്പറേഷൻ കുബേര പോലെ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ രമേശ് ചെന്നിത്തലയെ നമുക്ക് വലിയ വിശ്വാസമുണ്ട്. നമുക്ക് ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ ആശംസകളും നേരുന്നു.